എന്താ ഇത്? ബ്രേസ്ലെറ്റ് കളക്ഷൻ. ബ്രേസ്ലെറ്റ് കളക്ഷൻ ആണോ? ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയതാണോ? ബ്രേസ്ലെറ്റ് കളക്ഷൻ അങ്ങനെ പറയാൻ പറ്റില്ല, കളക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. ഉണ്ടാക്കിയതാണോ? ഹോം മെയ്ഡ് ആണോ? ഇത് മാത്രം പുറത്തുനിന്ന് വാങ്ങിയതാണ്. ബാക്കിയുള്ള ഹോം മെയ്ഡ്. കുറെ ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാവർക്കും ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത് തീർന്ന്. ഇത്രയും പെൻഡേലും ഗിഫ്റ്റ് കൊടുത്തല്ലേ എല്ലാവർക്കും? അപ്പൊ ഇഷാനി തന്നെ ഉണ്ടാക്കിയ ഒരു പിന്നെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ബ്രേസ്ലെറ്റ്സ് ആണ് കേട്ടത്. ഇത് നല്ല ഭംഗിയുണ്ട്. ഇന്ന് ഉണ്ടാക്കിയതാണ് കേട്ടത്. ഈ ചെയിനൊക്കെ ആയിട്ട് ഞാൻ നല്ല ഗുണം ഉണ്ടാക്കുന്നുണ്ട്. ബട്ടർഫ്ലൈ ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട്. ബട്ടർഫ്ലൈയുടെ ഒരു പെൻഡിനൊക്കെ കൊടുത്തിട്ട് ഉണ്ടോ? നല്ല ഭംഗിയുണ്ട്. ഇത് അത്രയൊന്നുമില്ല. അത് മുത്ത് കിട്ടാത്തപ്പോ അല്ലേ അഡ്ജസ്റ്റ് ചെയ്തുണ്ടാക്കി. അപ്പൊ സ്മൈലിയാണ്. സ്മൈലി കൊണ്ടുള്ള ഇത് പിന്നെ ബ്രേസ്ലെറ്റ് ഇടാൻ പറ്റും. കാരണം ഇത് ഇലാസ്റ്റിക് പോലെ ഇങ്ങനെ വലിയുന്നതല്ല. വലിയുന്നുണ്ടായിരുന്നല്ലോ ഒക്കെ. ഇതൊക്കെ വലിയുന്ന കേട്ടാ. ഇതൊക്കെ വെറുതെ ഇതൊക്കെ അങ്ങനെ. ഇപ്പൊ നിങ്ങക്ക് നേരം പോക്ക് മുത്തൊക്കെ ധാരാളം ഉണ്ട്. മുത്തൊക്കെ വെറുതെ മാലയുടെ ഇങ്ങനെ കുറെ മാലയുണ്ട്, പൊട്ടി പൊട്ടി ഇരിക്കുകയാണ്. മുത്തൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഒരു പിന്നെ നമുക്കൊരു വലിയുന്ന എന്തെങ്കിലും പോലുള്ള ഷോപ്പിൽ കിട്ടും അല്ലേ? സൂപ്പർ മാർക്കറ്റിലുണ്ട്, അല്ലെങ്കിൽ മുത്തുകൾ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ ബ്രേസ്ലെറ്റ് ട്രൈ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇഷാനി മാല ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, റിങ്സ്, പിന്നെ ഇത് ഇയറിങ്സ് ഒക്കെ ഉണ്ടാക്കും. അപ്പൊ ഇത് പിന്നെ പ്രധാനമായിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് പോലെ കൂട്ടുകാർക്കും ഒക്കെ ഒരു പൗച്ചിൽ വെച്ച് കൊടുക്കലാണ് ഇഷാനിയുടെ പണി. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ കുട്ടികള് എന്തെങ്കിലുമൊക്കെ ആർട്ട് ചെയ്ത് ഏറ്റവും അവസാനം ഒരു നല്ല മിനിങ്ങി തെളിഞ്ഞൊക്കെ വരും. അപ്പൊ ഓക്കെ, അപ്പൊ എല്ലാരും ഇതൊക്കെ ചെയ്ത് നോക്കുക. വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക. എനിക്ക് ഭയങ്കര കടൽ ക്ലൗഡാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ആള്. എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. നല്ല ഭംഗിയുണ്ട്. ഒരു മാല പോലെ പെൻഡന്റ് ഒക്കെ വെച്ചിട്ട്. ഓക്കെ, താങ്ക് യു. കീപ് വാച്ചിങ്. സബ്സ്ക്രൈബ്. Thank you for watching. Like.